വളരെ ഉപകാരപ്പെടുന്ന കുട്ടികളുടെ മനസ്സറിയാമെന്ന് തുടങ്ങിയ ചാനലാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് ഏകദേശം 20 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് സാറ് പറഞ്ഞു തന്നു. ഇനി നമുക്ക് 20 വയസ്സും കഴിഞ്ഞിട്ട്, അതായത് ഒരു 25 വയസ്സ് വരെയുള്ള കാര്യങ്ങളും കൂടെ നമുക്കറിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. കാരണം അതിൻ്റെ ഈ ചെറിയ കുട്ടികളിലുള്ള മാനസികാവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതൊക്കെ ആ തുടക്കത്തിൽ നമ്മൾ പഠിച്ചെങ്കിലേ ഈ 20 വയസ്സിലും 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് തുടക്കം പഠിക്കാതെ അവസാനം കൊണ്ടിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഏതുപോലെ നമ്മളൊരു കുട്ടിയെ അടുത്ത് നിസ്കരിക്കാൻ പറയാണ്, മോനെ നിസ്കരിക്കാ എന്ന് പറയാതെ, പക്ഷെ നിസ്കരിക്കാൻ അവന് പരിശീലനം കൊടുക്കാതെ ഈ കൗമാരം കഴിഞ്ഞിട്ട് ഉമ്മ പറയുകയാണെങ്കിൽ പറയും ഉമ്മ എന്നുള്ള വിളി തന്നെ മാറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 20 വയസ്സ് കഴിഞ്ഞിട്ട് 25 വയസ്സിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിന് മനസ്സിലാക്കാറുണ്ട്. സാറേ, നമുക്ക് 25-20 വയസ്സ് കഴിവരെ സാറ് പറഞ്ഞു തന്നു. അൽഹംദുലില്ലാഹ് വളരെ ഉപകാരപ്പെടും. ഇനി 20 കഴിഞ്ഞിട്ട് ആ വയസ്സുകളുടെ വ്യത്യാസങ്ങൾ ഒന്ന് വേഗത്തിൽ ഒന്ന് അറിയിച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും. ഈ സമൂഹത്തിൽ 20 മുതൽ 25 വയസ്സ് വരെ ഉള്ളത് കോമൺ ആയിട്ട് പൊതുവായി നമുക്ക് പറയാം. അപ്പോൾ വളർച്ച 20 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു മുതിർന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു വിമർശനത്തിൻ്റെ കണ്ണിലായിരിക്കും. എന്ന് വെച്ചാൽ വിമർശനാത്മകമായി അതൊക്കെ കുറേ കാര്യങ്ങൾ തൻ്റെ ഉള്ളിലുള്ള അറിവും ഇപ്പം പുതിയതായി കേട്ടതും ഒക്കെ ആയിട്ട് ഒരു താരതമ്യം നടത്തി അതിനൊരു ശേഷം മാത്രമേ ഒരു വിലയിരുത്തൽ മാത്രമേ അത് എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ പണ്ട് എന്തിനും എടുത്തു ചാടുന്ന സ്വഭാവം റിസ്ക് ടേക്കിംഗ് ഒക്കെ മാറ്റി, അതുപോലെ തന്നെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടാണ് 20 വയസ്സിലും 25 വയസ്സിലും നമ്മൾ പ്രവർത്തിക്കുന്നത്. അതെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ അനന്തരഫലങ്ങൾ എന്താണ്? ഈ ഞാനിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്താൽ മറ്റേ ആ ചെറുപ്രായത്തിൽ അനന്തരഫലങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അത് ശാരീരിക മാറ്റങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടോ. ഇപ്പോൾ ഈ 20-25 വയസ്സിലേക്ക് ശാരീരിക മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിക്കാം. നീളമൊന്നും വെക്കത്തില്ല, പക്ഷേ നമ്മുടെ താടിയിലെ രോമത്തിന് കട്ടി കൂടാം. മനസ്സിലായി? അതൊക്കെ ഒരു പ്രധാന കാര്യമാണ്. ബുദ്ധി വളർച്ച, വൈജ്ഞാനിക വളർച്ച, കൂടുതൽ കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ വൈജ്ഞാനികമായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും, ബുദ്ധിപരമായ വളർച്ചയാവും. എടുത്തുചാട്ട ചിന്ത പോയി കഴിഞ്ഞിട്ട് ചിന്താപരമായ കാര്യങ്ങളുണ്ടാകും. ഈ സമയത്തേക്കൊക്കെ ചിലപ്പോൾ ഒരാൾ ഒരു ഡിഗ്രിയൊക്കെ പാസ്സായി, അതുപോലെ തന്നെ ജോലിയാകാം, ചിലപ്പോൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചെത്തും വരാം. ചിലരും ജോലികളിലേക്ക് ചെറിയ ജോലികളിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ മാനസികമായ വിഷമവും ഉണ്ടാകും. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു കരിയർ നിശ്ചയിക്കേണ്ടത്. കരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നമ്മൾ എന്ത് തരം ജോലിയാണ് എടുക്കേണ്ടത്, ഏത് തരം ജോലിയാണ് നമുക്ക് വേണ്ടത്, അതേക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കാനും സമപ്രായക്കാരുടെ കരിയർ ചിന്ത വേണ്ടത് ഈ പ്രായത്തിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ വ്യക്തമായി ഓരോ ആളും, കാരണം അതാണ് 20-25 വയസ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ 20-25 വയസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇനിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടൊരു അവസരം. അൽഹംദുലില്ലാഹ് വളരെ ഉപകാരപ്പെടും സാറേ. നമ്മൾക്ക് ഈ 20 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സാറ് ചുരുക്കി നമുക്ക് വിവരിച്ചു തന്നത്. ഇനി വിശാലമായ വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ഇറക്കാനുണ്ട്. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.